അപ്പോ ഇന്നത്തെ വിഷയത്തിന് ഒരു ടൈറ്റിലായിട്ട് ഇട്ടിട്ടില്ല. എങ്കിലും ഗുരുവിനോട് ഇത് ചോദിച്ചപ്പം ഇതിനകത്ത് ഗുരു പറഞ്ഞത് ഈ വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് മെനി ടോപ്പിക്സ് വിച്ച് ലീഡ്സ് us to that അവബോധം. അപ്പൊ അത് പാർട്ടായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം, ഫോർ എക്സാമ്പിൾ ഡോക്ടറിന് പഠിക്കുന്ന ഒരു വ്യക്തി പല പാർട്സ് ആദ്യം പഠിച്ചിട്ട് പിന്നെ ഓവറോൾ ആയിട്ട് ഹോൾസം ആയിട്ട് അതെല്ലാം കണക്ട് ചെയ്ത് ആ ഒരു അറിവിലെത്തുന്നത് പോലെ ഈ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്നും പല പാർട്സിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ അവബോധ തലത്തിലോട്ട് പോകാനുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം പ്രീവിയസ് 2 ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഒന്ന് പിന്നെ മിനിഞ്ഞാന്ന് ചെയ്ത് ചിത്തശുദ്ധി പിന്നെ ശുദ്ധീകരണം. അപ്പോ അതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ആ അവബോധ തലത്തിൽ എത്തിക്കുന്നതാണത് എന്ന് ഷോർട്ടായിട്ട് പറഞ്ഞ് നമ്മളവിടെ ലാസ്റ്റില് നിർത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇന്നലെ ചെയ്തതില് ഗുരു സാന്നിധ്യത്തിൽ ചെയ്യുന്ന പിന്നെ മെഡിറ്റേഷൻ വഴി നമുക്കൊരു ധ്യാനാത്മക മനസ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് പോകാമെങ്കിൽ ആ അവബോധ തലത്തിൽ എത്താമെന്ന്. പക്ഷെ ഇതൊക്കെ ഇങ്ങനാണെങ്കിലും നമ്മൾ ഈ തലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പം ചിലർക്ക് വീഴ്ചകൾ വരാം. ആ വീഴ്ചകൾ വരുന്ന പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സില് പിന്നെ ഗുരുജി ഹൈലൈറ്റ് ചെയ്യുന്നത്. എവിടാണ് വീഴ്ച വരുന്നതെന്ന്. അപ്പോ അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത അവസ്ഥയില് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണം. അപ്പൊ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പിന്നെ അവെയറായിട്ട് ഹയർ ഇന്റലിജൻസ് ഡ്രോ ചെയ്ത് അവിടെ അത് ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പിന്നെ ഒരു ഹയർ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഗുരുജി പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാം ഇതിനകത്തെ മെയിൻ പോയിന്റ്സ് 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പിന്നെ നിരീക്ഷിക്കണം. ആ ഹയർ ഇന്റലിജൻസ് ഇപ്പൊ ഇത്രയും ചെയ്ത സ്ഥിതിയിൽ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിയിൽ നമ്മുടെ സാധനയും ചെയ്യുമ്പം നമ്മള് പിന്നെ ഈ ഇത് ചെയ്യുമ്പോ എന്താണ് നമ്മുടെ പിന്നെ ധ്യാനവും ചെയ്യുമ്പം ആ ധ്യാനാത്മക മനസ്സിനെ കൈവരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം കുറച്ചുകൂടെ ഒരു പിന്നെ ഒരു അവയർനെസ് ചിലപ്പം ഉണ്ടാവും. അപ്പൊ അത് വെച്ചുകൊണ്ട് അതിൽ നിൽക്കണം. ഇത് രണ്ടും വേണം. അതിൽ നിൽക്കണം. അതിൽ നിൽക്കാൻ വരുന്ന തടസ്സങ്ങളാണ് ഇന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചിലപ്പം ചില സാധകർ പറയും നന്നായിട്ട് സാധന ചെയ്തു, ബട്ട് ഒരു ദിവസം അവർ പറയും അയ്യോ എല്ലാം പോയി, താഴെ വീണു, എല്ലാം എന്റെ സാധന മടങ്ങിപ്പോയി. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മൾ പറയും, ഗുരുജി പറയുന്നു, ചിന്തകൻ അല്ല ചിന്തയെ സൃഷ്ടിക്കുന്നത്, ചിന്തയാണ് ചിന്തകനെ സൃഷ്ടിക്കുന്നത്. So you don't have to take the doership of you are creating the ചിന്ത. ചിന്ത എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ that is creating you. ആ ഒരു കാര്യം മനസ്സിലാക്കണം. അത് വേണമെങ്കിൽ നാളത്തെ ടോപ്പിക്കായിട്ട് ചിലപ്പം നമുക്ക് ഗുരുജിയോട് പറഞ്ഞാൽ മതി, അത് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. സോ വി വിൽ തിങ്ക് ലൈക്ക് ദാറ്റ് നമ്മൾ ഒരു ബീയിങ് ആയിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ ആ ചിന്ത ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. നോ, ആ ചിന്ത ഉണ്ട്. അപ്പൊ ആ ചിന്ത എവിടെ നിന്ന് വരുന്നു എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുജി തുടങ്ങുന്നത്. പിന്നെ വികാരങ്ങളെ പിന്നെ ആദ്യം പറയുന്നത് നമ്മുടെ പിന്നെ വികാരങ്ങൾ ചിന്തകളെ സൃഷ്ടിക്കുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ വികാരങ്ങളെ ബേസ് ചെയ്ത് ചിന്തകൾ, അങ്ങനെ ഉണ്ടായ ചിന്തകൾ വീണ്ടും വികാരങ്ങളെ സൃഷ്ടിച്ച് ഭ്രാന്തമാക്കുന്നു. അപ്പൊ ചിന്ത അങ്ങനെ ആ സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാല് എത്ര ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആ നിരന്തരം ആ പ്രോസസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ രീതിയിൽ പോകുന്നവൻ വാസന മനസ്സിൽ പെട്ടുപോകും. അതുകൊണ്ട് സദാ ആത്മവിചാരം ചെയ്യണം. എന്തും കൊണ്ട് ആത്മവിചാരം ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും വഴുതി വീഴാൻ സാധ്യത ഉണ്ട്. എങ്ങനെ വഴുതി വീഴും അത് എന്നും അറിയണമല്ലോ നമുക്ക്. ഒരു സാധകൻ
ആത്മപരിശോധനം ചെയ്യുമ്പോൾ അത് തിരിച്ചറിയും, അത് വ്യക്തമാകും. എങ്ങനെ? ആത്മവിചാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം, ആത്മവിചാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് തടയും, എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. എന്നാൽ വിചാരങ്ങൾ, അതായത് ഇന്ദ്രിയ വികാരങ്ങളെ ബേസ് ചെയ്തുള്ള ആ വിചാരങ്ങൾ, അതിനെ ബേസ് ചെയ്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ അപ്പൊ മനസ്സ് വളരെയേറെ സഹകരിക്കും, ആ പ്രവൃത്തിയിൽ ഏർപ്പെടും. അപ്പൊ ആ മനസ്സിന്റെ ആ രണ്ട് സ്വഭാവം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത് ആത്മവിചാരം ചെയ്യണം. ഈ വിറ്റ്നസിങ് ചെയ്യണം എന്ന് പറഞ്ഞ ആ കാര്യം നമ്മൾ ഈ തലത്തിൽ സദാ നടത്തണം. മൈൻഡിനെ അങ്ങനെ പിന്നെ നമ്മൾ ഫോളോ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് തിരിച്ചറിയൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ആദ്യ സ്റ്റെപ്പാണ്. സദാ ജാഗ്രത അവസ്ഥയിലിരുന്ന് നമ്മുടെ മൈൻഡിനകത്തെ വെറും തോട്ട്സും വികല്പങ്ങളും ആഗ്രഹങ്ങളും ഇതെല്ലാം മാത്രം പരിശോധിച്ചാൽ മതി. അങ്ങോട്ട് പോകുമ്പം നമ്മള് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അപ്പോഴും ആത്മവിചാരം വേണം. ആ ആത്മവിചാരം പറ്റുന്നില്ലെങ്കിൽ ദ മീനിങ് ഇസ് ദിസ്, നമ്മുടെ മനസ്സ് നമ്മളെ കൽപ്പിക്കുന്നുണ്ട്, നമ്മൾ ആ മനസ്സിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അത് നന്നായിട്ട് അറിയണം. ഇവിടെയാണ് ഒരു സാധകത്തിനെ കുറിച്ച് പറയാൻ, ഇവിടെയാണ് ഒരു സാധകൻ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു സാധകൻ പിന്നെ നമ്മുടെ പതഞ്ജലി യോഗസൂത്രത്തില് യോഗവിദ്യയില് യമനിയമങ്ങൾ പാലിച്ച് ഒരു ധാർമ്മിക ജീവിതം നയിച്ച് മനസ്സിനെ പാകപ്പെടുത്തി സജ്ജമാക്കി വേണം ആന്തരിക യാത്ര ചെയ്യേണ്ടത്. അപ്പോ ആ ഒരു കാര്യം വേണം. കാരണം ആ സോഷ്യൽ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിനും സോഷ്യൽ ഡിസിപ്ലിനും ചെയ്യുമ്പോൾ മാനസികമായിട്ട് പിന്നെ അത് ചെയ്യുമ്പം അങ്ങനെ ഉള്ളപ്പോഴേ ആ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് നമ്മൾ ആന്തരികമായ ആ സഞ്ചാരത്തിന് നമ്മൾ റെഡി ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ ആ ധാർമ്മിക ജീവിതം നോക്കുമ്പം അവിടെ ഒരു സെൽഫ്ലെസ്നെസ് വരും. മറ്റവരുടെ കട്ടുമോട്ടിക്കരുത്. അപ്പൊ നമ്മളായാലും കണ്ടെന്റ്മെന്റ് വേണം. അതൊരു ഇതാണ് നിയമത്തിൽ. പിന്നെ ആത്മസംതൃപ്തി അതുണ്ടാവണം. ആ കണ്ടെന്റ്മെന്റ് വേണം. കണ്ടവരുടെ എടുക്കരുത്. ആ ഒരു രീതിയിൽ അങ്ങനെ വരുമ്പോ ആ സെൽഫ്ലെസ്നെസ്, ആരുടെയും തട്ടിപ്പറിക്കാൻ വേണ്ട, മറ്റേതിലൊന്നും പോകരുതെന്ന് അങ്ങനെ ഒരു രീതി വരുമ്പം ഒരു സെൽഫ്ലെസ്നെസ്സിലോട്ട് വരും. അപ്പോഴാണ് നമുക്ക് ആ ആന്തരിക യാത്ര കുറച്ചുകൂടെ സുഗമമാവുന്ന. ആ മൈൻഡിനെ ഒന്ന് കൺട്രോളിങ് ചെയ്യാൻ നമ്മൾ ആ ആദ്യത്തെ പിന്നെ അഷ്ടാംഗത്തിലെ ആ ആദ്യത്തെ അംഗം നമ്മൾ ഫോളോ ചെയ്താൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്ന ഗുരുജി. പിന്നെ ആത്മപരിശോധനം ചെയ്യാൻ അന്തർമുഖം ആകാൻ പ്രയാസം ഉണ്ടെങ്കിൽ, അങ്ങനാണെങ്കിലും ഗുരുവിന്റെ സഹായം തേടണം. അപ്പൊ ഇതാണ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഗുരുജി. ആന്തരിക യാത്ര ചെയ്യണം എന്ന് ചെയ്യാത്ത ഒരാള്, ആന്തരിക യാത്ര ചെയ്യാത്ത ഒരാൾക്ക് ഗുരു എന്തിന്? ആ ഒരു പോയിന്റ് ചോദിക്കുന്ന അതാണ്. അപ്പോ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് പരിഹരിക്കാനുള്ള മെത്തേഡും തന്നിട്ട് അവസാനം ഗുരു പറയുന്നുണ്ട്, ഗുരു അവിടെ ഉണ്ട്. നമുക്ക് ഡൗട്ട് പിന്നെയും ഉണ്ടെങ്കിൽ, വഴുതി വീഴുന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ്, ഒരു സാധകൻ ആന്തരിക യാത്രയ്ക്ക് ഒരു നിരീക്ഷകനെ സൃഷ്ടിക്കണം, നിരീക്ഷണം ചെയ്യണം. എങ്കിൽ സത്യം ബോധ്യപ്പെടുന്നില്ല, അതായത് അവബോധതലം ബോധ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നു എങ്കിൽ ഇതില് അത് കാരണം രണ്ടാകാം. ഒന്ന്, പിന്നെ ആ നിരീക്ഷണത്തിൽ നിരീക്ഷണത്താൽ ചിലത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഒരു സാധകൻ ആ സത്യത്തിനെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല. അത് ആ സാധകന്റെ ഫോൾട്ട് തന്നെയാണ്. അവര് സമ്മതിക്കില്ല, വേറെ കാര്യം. പക്ഷെ അവര് സമ്മതിക്കണം, സമ്മതിച്ചേ മതിയാവും. അങ്ങനാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. സമ്മതിക്കാതെ നമ്മൾ ഒളിച്ചോടി
നമ്മളെ ന്യായീകരിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ വേറെ ഒരു രീതിയിൽ ഇത് പരിഹരിക്കാൻ പറ്റുന്ന, അതായത് നിരീക്ഷണം ചെയ്തിട്ടും സത്യം ബോധ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഓപ്ഷൻ, ഒരു പോംവഴി, പിന്നെ നിരീക്ഷണ വസ്തുവിൽ നിന്നും നിരീക്ഷകനെ വേർതിരിച്ച് കാണുമ്പോൾ അവിടെ ഒരു കുറവ് കാണും. അപ്പോൾ വ്യക്തതയില്ലാതെ വരും. അപ്പൊ ആശയക്കുഴപ്പം വരും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ മനസ്സ് ചഞ്ചലമാകും. അപ്പൊ പിന്നെയും ഫോൾ ചെയ്യാം. നമ്മുടെ മറ്റേ ആന്തരിക യാത്രയിൽ ചിലപ്പം ഈ കൺഫ്യൂഷൻ വന്നിട്ട് നമുക്ക് വീഴാം. അതായത് ഈ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്, പെർസെപ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പെർസെപ്ഷനിൽ എന്തോ ഉണ്ട്, ത്രിപുടി ലയനം ആയിട്ടില്ല. ആ ത്രിപുടി ലയനം നടക്കാത്തതും കൊണ്ട് അത് ക്ലിയർ ആവത്തില്ല. സായി മൈക്ക് മ്യൂട്ട് ചെയ്യണേ സായി. അത് ഓഫ് ആണല്ലോ സൗണ്ട്. നോക്കട്ടെ, മറ്റേതിലോട്ട് പോട്ടെ. ഓക്കെ, അതപ്പോ ഞാൻ ഡിസ്റ്റർബ് ചെയ്താൽ ഇത് പോകും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സൗമ്യ കണ്ടു ചെയ്തോ. ഞാൻ സായിയുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അത് അറിയില്ല. ഫസ്റ്റ് പോയിന്റ്, ആന്തരിക യാത്ര ചെയ്യുവാൻ ഗുരു ഉണ്ട്, അതൊരു നോട്ടിഫിക്കേഷൻ വേണം. രണ്ടാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ സത്യസന്ധതയോട് പിന്നെ നിരീക്ഷണം നടത്തണം. നിരീക്ഷകനെ സൃഷ്ടിച്ചിട്ട് നമ്മൾ തന്നെ, നിരീക്ഷകൻ ഓർത്തോണം ഒരു ഹയർ ഇന്റലിജന്റ് ലെവലിലാണ് നിൽക്കുന്നതെന്ന് ഓർത്തോണം. എന്നിട്ട് പിന്നെ നിരീക്ഷണം നടത്തുമ്പോഴും അവിടെ ധ്യാന വസ്തുവും ധ്യാതാവും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ അതിലൊരു കുറവ് വരുമ്പം അവിടെ ആ പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ വന്നിട്ട് ആ സത്യത്തിനെ അറിഞ്ഞില്ലെന്നും പറഞ്ഞ് മനസ്സ് ചഞ്ചലാത്മകമാകരുത്. അപ്പൊ അങ്ങനെ ആകാം, അവിടാണ് അടുത്ത വീഴ്ച വരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു സാധകൻ വിശ്വാസിയല്ല ആകേണ്ടത്, പക്ഷെ അന്വേഷകനായിരിക്കണം. ഹി മസ്റ്റ് സ്പീക്ക്. അല്ലാതെ എന്താണ്, ആ സത്യത്തിന് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ആ നിരീക്ഷണം നടത്തി അന്വേഷിക്കണം. അതാണ് അടുത്ത പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അടുത്ത നിരീക്ഷണത്തിൽ പിന്നെ നിരീക്ഷണത്തിൽ എത്തിക്കുന്നത് അന്വേഷകൻ ആകേണ്ടത്. നിരീക്ഷണത്തിൽ എത്തിക്കുന്നത് അന്വേഷകൻ ആകേണ്ടത്. അപ്പൊ നമ്മള് ആ അന്വേഷകൻ വേണം നമ്മളെ ആ നിരീക്ഷണത്തിൽ എത്തിക്കണ്ടേ. അപ്പൊ അന്വേഷകൻ എന്ന് പറയുമ്പം ചിന്തിക്കേണ്ട ഒരു കാര്യല്ലേ, ആരന്വേഷിക്കുന്നു? സെൻസ് ഓഫ് ഡുവർഷിപ്പ് ഇല്ലാതെ ഒരു രീതിയിൽ ചെയ്യണം. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ആ അന്വേഷകനെ സൃഷ്ടിക്കുന്നത്, നിരീക്ഷകനെ സൃഷ്ടിക്കുന്നതൊക്കെ ഏത് തലത്തിലുള്ളതാണെന്ന് നമ്മൾ ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ അങ്ങനെ പിന്നെ അപ്പം അവബോധത്തിൽ വർത്തിക്കുക, അതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അവബോധത്തിൽ വർത്തിക്കുക. ഈ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വന്നാലും, ഈ തടസ്സങ്ങളൊക്കെ വന്നാലും, ആ തടസ്സങ്ങളെ കുറിച്ച് നന്നായിട്ട് ബോധവാന്മാരായിരുന്നാൽ ആ കടമ്പകൾ ഒക്കെ കടന്നു പോകാൻ പറ്റും. അതായത് പിന്നെ വർത്തിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട ആ അവബോധത്തിൽ നിൽക്കാൻ നമ്മൾ ആ ചിത്തശുദ്ധി, പിന്നെ ധ്യാനാത്മക മനസ്സ് ആർജിച്ചെടുക്കുക, ചിത്തശുദ്ധി പിന്നെ വളർത്തിയെടുക്കുക, ധ്യാനം ചെയ്യുക. ധ്യാനം ചെയ്യുമ്പം അവിടെ വരുന്നത് പിന്നെ ചിത്തശുദ്ധിയും ഒക്കെയാണ്. പിന്നെ ലാസ്റ്റ് പാർട്ടില് അങ്ങനെ അതിൽ വർത്തിച്ചാൽ, അവബോധത്തിൽ വർത്തിച്ചാൽ എന്താണ് ഇത്? ബ്രഹ്മത്തിൽ, കേന്ദ്രത്തിൽ, ശൂന്യത്തിൽ, സത്യത്തിൽ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ അതില് ഉള്ളടക്കം, അതില് നമ്മള് ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. അതിലുള്ള ഒരു ഉള്ളടക്കമാണ് അത്. നമ്മൾ അതിൽ അബൈഡ് ചെയ്യണം. യു ഹാവ് ടു അബൈഡ് ഇൻ ദാറ്റ്. ദാറ്റ് ഈസ് മൈ എസെൻസ്, ദാറ്റ് ഈസ് മീ. അതാണ് ആ
അവബോധം എന്ന് പറയുന്നത്. ആ പിന്നെ ആ ബോധം എന്ന് പറയുന്നത് അത് അതിനെന്നെ അതിനകത്ത് ഉള്ളടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡിങ് മീ ഇൻ ദാറ്റ്. അപ്പോ അതാണ് അവബോധത്തിൽ വർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ. സോ അങ്ങനെ വരുമ്പം ഞാന് ആ അവബോധത്തിൽ ആയിരിക്കുമ്പം അതെന്നെ അതിനകത്ത് നിലനിർത്തുന്നുണ്ട്, അതിനെന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബോധം എന്ന് പറയാൻ പറ്റുമോ? അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ ഒരു ഞാനല്ല. പിന്നെ സോ ഐ മസ്റ്റ് നോ ദാറ്റ് ബോധം എന്റേതല്ല. ഇറ്റ് ഈസ് നോട്ട് മൈൻ. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അതെന്നെ ഉൾക്കൊള്ളുന്നു. പക്ഷെ അത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ്. എന്നിട്ട് ഞാൻ അതിനെ ഉപയോഗിക്കുന്നു. അത് എങ്ങനെ ഉപയോഗിക്കുന്നത്? എന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വെച്ചിട്ട് ഞാൻ ജീവാത്മാവായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതും ഒരു തോന്നലാണ്. അത് പറഞ്ഞിട്ടാണ് ഗുരുജി വൈൻഡപ്പ് ചെയ്തത്. ഹരി ഓം സ്വാമിയമ്മ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഞാനത് മനസ്സിലാക്കിയത് ഗുരുജി ഇതൊരു മൊത്തത്തിൽ ഒരു സാധകൻ്റെ യാത്ര ഇതിൽ കോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ചിന്തകളിൽ നിന്ന് തുടങ്ങി ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, ആ അവബോധം ആകുന്നു ഞാനെന്ന അവബോധം മാത്രമേ ഉള്ളൂ എന്ന്, ഞാനെന്നല്ല അവബോധം മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്ന ഒരു സാധകൻ്റെ യാത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ തന്നെ ഗുരുജി പറയുന്ന ഒരു നമ്മളെ ശരിക്കും ഒരു ചോദ്യം നമ്മളിലേക്ക് തന്നെ വരുന്നതാണ്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള, ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഫസ്റ്റ് സെൻറ്റൻസ്, ചിന്തകൾ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു. വികാരങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വികാരങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വികാരങ്ങളെ ഭ്രാന്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ചിന്തകൾ ആദ്യം നമുക്ക് വരുന്നുണ്ട്. ഈ ചിന്തകൾ വികാരങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പം ഞാനത് മനസ്സിലാക്കി. നമ്മൾ ഇന്നലെ ഒരു ക്യാരക്ടറൈസേഷൻ വന്നു, നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ ചിന്തകൾ നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് വരുന്നതാണ്. അത് കുറേയൊക്കെ അന്ധകരണങ്ങളുടെ ഈ ചിത്തത്തിൻ്റെയൊക്കെ ആ സ്ഫുരണങ്ങളുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ എക്സ്റ്റേണൽ, ഇപ്പം ഇതിൽ തന്നെ ഗുരുജി പറയുന്നുണ്ട്, ഇന്ദ്രിയത്തിൻ്റെ പ്രവൃത്തി തന്നെ ആന്തരികവും ബാഹ്യവുമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ബാഹ്യവും ആന്തരികവുമായിട്ട് നമ്മൾ പറയുന്നത് നമ്മളിൽ ആ മനസ്സിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിൽ രൂഢമായിട്ടുള്ള ജന്മകൃതമായിട്ട് നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ ടു ദാറ്റ് വി ആർ ആഡിങ് ബൈ അവർ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, അത് നമ്മുടെ എക്സ്റ്റേണൽ സെൻസസ് കൊണ്ട്. അതാണ് ഗുരുജി എപ്പോഴും പറയുന്നത് നല്ല പ്രവൃത്തി, നല്ല ചിന്ത എന്നൊക്കെ ഗുരുജി പറയുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ എന്താണ്, അപ്പം നമ്മൾ പ്രവൃത്തി നല്ലതാണെങ്കിൽ ആ ചിത്തശുദ്ധി നമുക്ക് വരും. ഇല്ലെങ്കിൽ ഇത് ആ വികാരങ്ങളിലേക്ക് ആഡപ്പ് ചെയ്യും. ഈ വികാരങ്ങൾ അപ്പം ആഡപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അത് ഒരു ഭ്രമ അവസ്ഥയിലെത്തിക്കും, ഒരു ഭ്രാന്ത അവസ്ഥയിലെത്തിക്കും മനുഷ്യനെ. അപ്പം അതാണ് ഒരു ബിഹേവിയറൽ അബ്നോർമാലിറ്റി പറയുന്നത് ഒരു വ്യക്തിയിൽ. പിന്നെ അപ്പം ഇത് വരുമ്പോഴത്തേക്കാണ്, ഇവിടെയാണ് പിന്നെ സാധകൻ വിജിലൻ്റ് ആകുന്നത്, ആവേണ്ട ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വികാരങ്ങൾ നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്യാൻ നോക്കും. കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത്
ആണ് നമ്മൾ ഈ പറയുന്ന വിറ്റ്നസ് നമ്മളിലേക്ക് വരേണ്ടത്. അപ്പം ഈ വിറ്റ്നസ്സർ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിറ്റ്നസ്സർ വരുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും ആ വിറ്റ്നസ്സറിലേക്ക് എന്നെ ആരോപിക്കുന്നുണ്ട്. ഞാൻ ആ ഗുരുജി അടുത്ത് ചോദിച്ചപ്പോൾ ഗുരുജി പറഞ്ഞത്, ഈ വിറ്റ്നസ് ചെയ്യുന്ന ആൾ ആര്, ശരത്തല്ലേ, ശരത്താണോ വിറ്റ്നസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതെ ഗുരുജി, ഞാനാണ് വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പം അതാണ് ബേസിക് ഫോൾട്ട് ലൈൻ. ഞാൻ വിറ്റ്നസ് ചെയ്യുന്നു, അതാണ് മെയിൻ ഫോൾട്ട് ലൈൻ. സെക്കൻഡ് ഫോൾട്ട് ലൈൻ അവിടെ വരുന്നത് അതാണ്. ആ വിറ്റ്നസ്സർ പോലും, കാരണം അവിടെ വിറ്റ്നസ്സർ നീ ആയിട്ട് നിൽക്കുവാണെങ്കിൽ തെറ്റും ശരിയും ആരോപിക്കുന്ന ഒരു മനസ്സിൻ്റെ ആ സബ്റ്റിൽ ഫോം അവിടെ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ സെൽഫ്. അവിടെയാണ് നീ വിടുതൽ കൊടുത്ത് നീ അത് മനസ്സിലാക്കേണ്ടത്. വിറ്റ്നസ്സർ ഇസ് നോട്ട് യു, ഇറ്റ് ഈസ് ദ ഹയർ സെൽഫ് എന്ന് ഗുരു പറയുന്നത്. അപ്പം ആ ഹയർ സെൽഫ് എന്ന് പറയുന്നത്, ആ ഹയർ സെൽഫ് തന്നെ ഗുരു പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്. അതുമല്ല. അതാണ് ഞാൻ ബോധം എന്ന് പറയുന്നതിലുള്ള മിസ്റ്റേക്ക്. അതാണ് പലപ്പോഴും നമ്മൾ ഞാൻ ബോധം ഇപ്പോൾ പല ക്ലാസ്സുകളിലും പോകുമ്പോഴത്തേക്ക് ഇത് പറഞ്ഞാണ് പോകണം. ദാറ്റ് ഈസ് ട്രൂ. അത് ആ ജേണിക്ക് ഒരു ഉപകരണമാണ്. അതാണ് ഗുരുജി ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് പറയുന്നത്. നിങ്ങൾ ആ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടി. കാരണം ആ കോൺട്രാസ്റ്റിംഗ് നേച്ചർ ഓഫ് മൈൻഡ് എന്താ ചെയ്യുന്നത്? മൈൻഡ് അവിടെ വന്നിട്ട്, കാരണം മൈൻഡ് ഒരിക്കലും നിങ്ങളെ ആ ആത്മാന്വേഷണത്തിലേക്ക് അത് കൊണ്ടുപോകില്ല. മനസ്സ് നമ്മൾ ചർച്ച ചെയ്തു, അത് ആ ശരീരബോധത്തിൽ നിൽക്കുന്നതാണ്. അത് ആ ശരീരത്തിൻ്റെ നീഡ്സിനെ മാത്രം പ്രതിനിധീകരിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അതെപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും. ആത്മാന്വേഷണത്തിലേക്ക് ഒരിക്കലും നമ്മളെ പോകാനായിട്ട് അത് അനുവദിക്കില്ല. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മൾ ഒരു ആത്മാന്വേഷണം റിയൽ നമ്മൾ ഗുരുപാദങ്ങളെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അവിടെയാണ്. കാരണം ഇവിടെ നമ്മൾ വഴിതെറ്റും. മനസ്സ് പല രീതിയിലും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കും. അപ്പം ഈ കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ മൈൻഡിനെ നമ്മളവിടെ മനസ്സിലാക്കി, അവിടെയാണ് ഗുരുകൃപ ശരിക്കും വരുന്നത്. നമ്മൾ അതിൽ അങ്ങ് മുറുകെ പിടിക്കുക, ഭഗവാനെ രക്ഷിച്ചോണേ എന്ന് പറഞ്ഞ് അവിടെ. കാരണം അവിടെ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ കൃപയാണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും സാധകർ വന്ന് പോകുന്ന ഈ അന്വേഷണം നടത്തിയിട്ട് ശരിക്കും ആ അന്വേഷണത്തിൽ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ കണക്ഷൻ കിട്ടത്തില്ല. കാരണം നമ്മൾ അന്വേഷിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഞാനേ നിർത്തിയിട്ടാണ്. അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല, മനസ്സിൽ കൺഫ്യൂഷൻസ് വരും. അപ്പം ഈ കൺഫ്യൂഷൻ്റെ സമയത്താണ് നമ്മൾക്ക് ലക്ഷ്യം വിട്ടു പോകുന്നത്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും അന്വേഷകനിൽ നിന്ന് വീണ്ടും വിശ്വാസിയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിനക്ക് ബോധത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ വിശ്വാസം എന്ത് മാത്രം അന്ധതയാണ്. അപ്പം വേറൊന്നുമില്ല അവിടെ. അതാണ് സറണ്ടർ എന്ന് പറയുന്നത്. ഓരോ സാധകരും ഓരോ സത്യാന്വേഷികളും എപ്പോഴും പറയുന്നത്. ഗുരു എന്നെ പ്രേമിക്കുമോ എന്ന് പറയുന്നത് അതാണ്. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. നിൽക്കുന്ന ആ ബ്രഹ്മബോധത്തെ നമ്മൾ സറണ്ടർ ടു ദാറ്റ്. ആ അന്വേഷണം യഥാർത്ഥത്തിൽ, കാരണം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് മതി നമുക്ക് ഈ പാതയിൽ നിന്ന് നമുക്ക് വഴിതെറ്റി പോകാനായിട്ട്.
പിന്നെയാണ് നമ്മൾ ഗുരുജി അത് ഈ പറയുന്നത് എന്താണ്, നല്ല ഒരു സ്റ്റോറിയിൽ ഗുരുജി അത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ആ 10 ബുദ്ധ സന്യാസിമാർ ഇങ്ങനെ ഒരു റിവർ ക്രോസ് ചെയ്തിട്ട്, അത് അന്വേഷണത്തിൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പം ഇവർ ഒരാൾ കുറഞ്ഞു എന്ന് സംശയം. അപ്പോൾ അവർ കൗണ്ടിങ് നടത്തുവാണ്. എപ്പോഴും അവർ കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് 9 എത്തുന്നുള്ളൂ. 10ാമത്തത് എന്നെ അല്ലെങ്കിൽ അതിനെ അവർക്കത് കാണാൻ കഴിയുന്നില്ല. അപ്പം ഞാനിനെ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മബോധത്തെ, ആ ബോധത്തെ മറഞ്ഞുകൊണ്ട് ബാക്കിയെ നമ്മൾ കാണുന്നുള്ളൂ. എപ്പോഴും നമ്മളിലെ ആത്മബോധത്തെ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പല അന്വേഷണങ്ങളും നമ്മൾ നടത്തുന്നത്. അതൊരിക്കലും നമ്മൾ പാടില്ല. അതൊരു എക്സാമ്പിളാണ് ഗുരുജി പറഞ്ഞത്. പിന്നെ നമ്മൾ പിന്നെ അവബോധത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാലിടറുന്നത് വേറൊരു ഭാഗമെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മനസ്സ് പിന്നെ നമ്മൾ ചെയ്യിക്കുന്നത് കുറ്റം ഒരിക്കലും നമ്മളിൽ ആരോപിക്കില്ല. അത് പിന്നെ മനസ്സിൻ്റെ വേറൊരു കളിയാണ്. അതെപ്പോഴും പുറത്ത് വിരൽ ചൂണ്ടും. അതെപ്പോഴും നമ്മൾ അതിലാണ് വീണ്ടു പോകുന്നത്. സാധകൻ എപ്പോഴും, ആത്മന്വേഷി എപ്പോഴും, അതാണ് ഗുരു പറയുന്നത്, തന്നിലേക്ക് വിരൽ ചൂണ്ടണം. തന്നിലേക്ക് വിരൽ ചൂണ്ടുന്നവൻ ആന്തരിക യാത്ര ചെയ്യുന്നവന് മാത്രമേ തന്നിലേക്ക് ആ വിരൽ ചൂണ്ടുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തന്നിലേക്ക് നിനക്ക് വിരൽ ചൂണ്ടുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക വഴി തെറ്റി. പിന്നെ ഫൈനലി പറയുന്നതാണ്, ഈ ബോധം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്വേഷകനും അവിടെ ഉണ്ടെങ്കിൽ ആ ത്രികുടി സമയം പറഞ്ഞ ത്രികുടി ലയനം നടക്കണം. ഇപ്പം ത്രികുടിയൊക്കെ എന്താണ്, നമ്മൾ ആ അന്വേഷണത്തിൻ്റെ പാതയിലാണ് ഈ ത്രികുടിയെല്ലാം വരുന്നത്. ആ ലയനം വരുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ബോധം എന്ന് പറയുന്നത് മാറുവാണ്, ഇല്ലാതാകുവാണ്. പ്രാപഞ്ചിക ബോധം, നിങ്ങൾക്ക് ഏത് നാമവും ഉപയോഗിക്കാം. പക്ഷേ ആ ഒന്നായ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു മൂന്നാം മണിയായ ഒരു സംഭവമാണ് എന്നെ കണക്കുള്ള പല സാധകർക്കും. അതിലേക്ക് എത്തണമെന്നാണ് ഗുരു പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇപ്പം ഈ ഉള്ളവനില്ല. ഇത് പറഞ്ഞാണ് ആ പ്രാപഞ്ചിക ബോധത്തിൽ എത്തണം. ജീവാത്മാവ് എന്ന് പറയുന്നത് എന്നൊക്കെ മിഥ്യയാണ്. അതിനും അപ്പുറം ആ പരമാത്മ ബോധത്തിലേക്ക് ഗുരുകൃപയാൽ നമുക്ക് എല്ലാവർക്കും എത്തുവാൻ കഴിയട്ടെ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഗുരുഭ്യോ നമഃ. ഈ ഫസ്റ്റ് തന്നെ ചിന്തകൾ എങ്ങനെ ഫോം ചെയ്യുന്നത്, ഇത്രയും ഡീപ്പായിട്ട് നമ്മളിൽ എങ്ങനെ നമ്മളിൽ അതിന്റെ ആധിക്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഗുരുജി ആദ്യം പറയുന്നത്. അപ്പൊ ചിന്തകള് നമ്മൾ ഇപ്പൊ മുമ്പ് ഈ സാധനയിൽ വരുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാല് ചിന്തകളിൽ തന്നെയാണ് ജീവിച്ചത്. ചിന്തകൾ തന്നെയായിരിക്കും നമ്മളെ പ്രവൃത്തിയിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൈഡിൽ അതിന്റെ റിസൾട്ടും ഒക്കെ കിട്ടുന്നത് ചിന്തകളിനെ പരിപോഷിപ്പിച്ചാണ്. പക്ഷെ നമ്മളൊരു ഇന്നർ സെർച്ച് തുടങ്ങിയപ്പം മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ചിന്തകളുടെ കൂടെ തന്നെ അതിന് ഒരു ബൂസ്റ്റിംഗ് ഫാക്ടറായിട്ട് ഈ വികാരങ്ങൾ വരും. നമ്മള് ചിന്ത ജസ്റ്റ് വന്നു, കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന് ശക്തിയായിട്ടുള്ളൊരു ഊർജം പകർന്ന് തന്നെ വികാരം ഇങ്ങനെ വരും. അപ്പോൾ അത് ഏത് ഇമോഷൻസ് ആണോ ആ ചിന്തയ്ക്ക് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ വികാരം വരുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ആവുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത്. റെസ്പോൺസും ആയിരിക്കില്ല, അത് പലപ്പോഴും റിയാക്ഷൻ ആയിരിക്കും. പിന്നെ അതിന്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോ വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മൾ വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഇന്നർ സെർച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന പോലെ വിറ്റ്നസർ ആരാണ്, വിറ്റ്നസറിലും ആ ഒരു ഐ ഫാക്ടർ നമ്മളിൽ ഉണ്ട്. പക്ഷെ പിന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ വേറൊരാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു വരുമ്പോ തന്നെ അവിടെ ഒരു കൺട്രോൾ അവിടെ സ്ലോലി വരും. അപ്പം ഇത് വരുമ്പോഴ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രാക്ടീസ് എന്നല്ല, അത് തനിയെ തന്നെ നമ്മൾ ഈ സാധന ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന പോലെ അഷ്ടാംഗ യോഗം നമ്മൾ വായിച്ചു നോക്കിയപ്പോഴ്
അതിൽ ഏറ്റവും ലാസ്റ്റ് ആണ് ധ്യാനം എന്നുള്ളൊരവസ്ഥ. അപ്പൊ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും, പ്രത്യാഹാരം, അങ്ങനെ എനിക്കതിനെപ്പറ്റി അറിയില്ല, പല ക്വാളിറ്റീസും വേണം. പക്ഷെ നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ആദ്യം തന്നെ ധ്യാനം ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. പക്ഷെ ധ്യാനം ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ആ വിറ്റ്നസിങ് ഫലം അവിടെ നമ്മൾ അറിയാതെ അവിടെ ഉണരുകയും നമ്മൾ എന്തെല്ലാം ക്വാളിറ്റീസ് നമ്മൾക്ക് വരണം, എന്തെല്ലാം തടസ്സങ്ങളാണ് ഈ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്, അപ്പൊ എന്താണ് എനിക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ സാധിക്കാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഈ അനാവശ്യ ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ, ആ ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന അൺനെസസറി ഇന്റർഫിയറൻസ്. അപ്പൊ ഒരു ഒറ്റയടിപ്പാത എന്ന് പറയുന്നത് സാധകന്റെ ഒരു പാത്തിൽ നമ്മളൊരു സ്റ്റേബിൾ ആവുന്നവരെ നമ്മള് ഒറ്റയ്ക്ക് തന്നെ എന്തൊക്കെ നമുക്ക് കിട്ടിയോ നമ്മൾ തിരിഞ്ഞു നോക്കാതെ നടക്കുക. തിരിഞ്ഞ് നമ്മളിപ്പോ കൂട്ടുപിടിച്ച് നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ച് നടക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ബാഗേജസും കൊണ്ട് ഒരു വലിയ വെയിറ്റ് കൊണ്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. നമ്മൾ ഒരിടത്തും എത്തില്ല, ഇമോഷണലായിട്ട് നമ്മൾ അവിടെ വീണ് കിടക്കും. അപ്പൊ ഇത് നമ്മൾ ഒരു സ്റ്റേജ് വരെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോവാം. കാരണം നമ്മൾ തന്നെ നമ്മുടെ പ്രാരാബ്ധ ചിന്തകളും വികാരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളൊരു ടഗ് ഓഫ് വാർ നടക്കുകയാണ്. അപ്പൊ വേറൊരു കാര്യം, നമ്മളിപ്പോ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവായി നോക്കുമ്പോ ഇവിടെ ഈ ശരത്ജി പറയുന്നത് പോലെ ഈ സാധകരുടെ ഈ പറയുന്ന പോലെ ഭയങ്കര പ്ലസന്റ് അവസ്ഥ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരെക്കാളും കുറച്ചൊരു ട്രോമയിലായിരിക്കും പല സമയം നമ്മൾ, എന്നെ സംബന്ധിച്ച് പറയുകയാണ്, പോകുന്നത്. കാരണം നമ്മൾ ഈ തോട്ടൊന്നും നമ്മൾ എന്റർടൈൻ ചെയ്യാതിരിക്കുമ്പോഴേ നമ്മൾ മുമ്പ് ഒത്തിരി തോട്ട്സ് ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്നിടത്ത് നിന്ന് ഇപ്പൊ ആ തോട്ടുകൾ നമ്മുടെ ഗുരുജി പറയുന്ന പോലെ കുറയുമ്പോൾ അവിടെ ഭയങ്കര ഒരു ഡ്രൈനെസ് വരും. കാരണം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും പറ്റി ചിന്ത വരുന്നു, വേണ്ട ഇത് ആവശ്യമില്ല, കളയുന്നു. വേറൊരു ചിന്ത വരുന്നു, കളയുന്നു. അപ്പൊ ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഒരു ബെയർ ഡെസേർട്ട് ആയിട്ട് കിടക്കുമ്പം ഒരു ഡ്രൈനെസ്, കാരണം അത് മൈൻഡ് കൊണ്ടുവരുന്ന ഡ്രൈനെസ് ആണ്. നമുക്ക് ആലോചിക്കാനും ഒന്നും ഇല്ല. എന്തെങ്കിലും ഒരു വിഷമമായാലും ഒരു നല്ല കാര്യമായാലും ഒന്നും ഇല്ല. ഒരു ഭയങ്കര ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അത് പല സാധകരും അത് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾക്ക് കാരണമില്ലാതെ ഒരു ഡ്രൈനെസ്, ഇത് വിഷമമോ സന്തോഷമോ ഒന്നുമല്ല. പറഞ്ഞോളൂ ഗിരിധർജി. ഇല്ല സോറി, പെട്ടെന്ന് കണ്ടിന്യൂ. അപ്പൊ തീർച്ചയായും ഗിരിധർജി. അപ്പൊ എനിക്കൊരു ഡ്രൈനെസ് പല സമയം, ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡ്രൈനെസ്, നോക്കുമ്പോ ഒന്നും ഇതിനകത്തൊന്നും എടുക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് വേറൊന്നും ഇല്ല. ഒരു സാത്വികമായിട്ടുള്ള ഒരു പ്ലസന്റ് അവസ്ഥ നമ്മളിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ബോധാവസ്ഥ. അപ്പൊ അവിടെ തന്നെ ഈ ഗുരുജി പറയുന്നുണ്ട്, ഈ പ്രാപഞ്ചിക ബോധത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് എടുക്കുന്ന നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ആയിട്ട് നമ്മൾ കരുതുന്നത് അതിനപ്പുറമായിട്ട് ഈ നമ്മുടെ കളക്റ്റീവ്, അതായത് നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, എല്ലായിടത്തെയും ഉള്ള കോൺഷ്യസ്നെസ്സും എല്ലാം നമ്മൾ അഫക്ട് ചെയ്യും. അപ്പൊ ഇക്കാട്ടോളിന്റെ ബുക്കിൽ വായിച്ചത് ഉണ്ട്, നമ്മൾ ഒരാൾ കോൺഷ്യസ് ആയാൽ, ഇപ്പൊ ഒരു വീട്ടിലായാലും ഒരു ഓഫീസിലായാലും ഒരാള് കോൺഷ്യസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ആ ബോധത്തോടെ നിൽക്കുന്ന ഒരാളില് ഒരു അറ്റാക്കും വരികയില്ല എന്നുള്ളതാണ് പറയുന്നത്. അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലസ് മൈനസ് പോസിറ്റീവ് നെഗറ്റീവ് അല്ല, നമ്മൾക്ക് അവിടെ ബാലൻസ് ആയിട്ട് നിൽക്കാൻ പറ്റുമ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിലെ ഒരു ട്രൂത്ത്ഫുൾനെസ് അത്രയും സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒരു കോൺഷ്യസ്നെസിന്റെ അവസ്ഥയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സത്യമുണ്ട്, ഒരു ട്രൂത്ത് ഉണ്ട്. അതിന്റെ ഒരു സാന്ത്വനം കൂടെയുള്ളവർക്ക് കിട്ടാതെ ഇരിക്കുകയില്ല. പിന്നെ ഈ ഹിൻഡ്രൻസസ് ടു സാധന എന്ന് പറയുമ്പോ ഈ പറയുന്ന പോലെ എന്ത് തോട്ട് വന്നാലും നമ്മളത് വിട്ട് ഒന്നിനും എന്റർടൈൻ ചെയ്യാതെ ആ ഒരു കോൺസെൻട്രേറ്റീവ് അവസ്ഥയിലോട്ട് നമ്മൾ പോയാലേ പറ്റുകയുള്ളൂ. പക്ഷെ അവസ്ഥയിലൊന്നും അല്ല ഞാൻ നിൽക്കുന്നത്. എന്നാലും ചില സമയത്ത് ഗ്ലിംസസ് ആയിട്ട് വല്ലതും കിട്ടുന്നത് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനെ വരുന്നത്. ഹരിയോ, അതുള്ള ബേസിക് പ്രശ്നത്തെ പറ്റി തന്നെയാണ് ഇതിൽ പറയുന്നത്. ആ ബേസിക് പ്രശ്നത്തിലൂടെ കടന്ന് എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലെത്താം എന്നുള്ളത് തന്നെയാണ് ഈ വൃത്തത്തിലെ ശൂന്യതയിൽ പറയുന്നത്. എന്നാൽ ബേസിക് പ്രശ്നം അത്ര ഈസിയും അല്ല തരണം ചെയ്യാൻ. അതായത് വാസനകൾ തന്നെയാണ് നമുക്ക് ആദ്യം ഒരു ചിന്താരൂപത്തിൽ വന്നിട്ട് പിന്നെ അത് നമ്മളെ കൊണ്ടൊരു പ്രവൃത്തി രൂപത്തിലോട്ട് എത്തിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ കർമ്മ ബൈൻഡിങ്ങിലോട്ട് പോകുന്നു. അപ്പൊ നമ്മൾ മുന്നോട്ടുള്ള യാത്ര അവിടെ തടസ്സപ്പെടുന്നു.
ഇത് എപ്പോഴും ഒരു സാധകനില് തുടക്കത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അവിടെയാണ് പിന്നീട് പറയുന്നത് നമ്മൾ ഒരു സാക്ഷിഭാവം ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സാക്ഷിഭാവം എന്താണെന്നോ ഒരു പിടിയുമില്ല. സാക്ഷിക്ക് 2 കൊമ്പുണ്ടെന്ന് മാത്രം നമുക്കറിയാം, അത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സാക്ഷിഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒബ്സർവേഷൻ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യും? നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു ചിന്ത വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യുന്നത്, നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത്. സാത്വികനാകാൻ ഇന്ന ഗുണങ്ങൾ വരും, രജോ ഗുണത്തിൽ ഇന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, തമോ ഗുണത്തിൽ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ വാച്ച് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ അഹം വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതാണ് ശരി. അപ്പം നമുക്ക് തന്നെ ഒരു ബോധം വരും, ഞാൻ ഈ റൂട്ടിലാണ് പോകുന്നത്, അപ്പൊ ഞാൻ സാത്വികനാണ്. എനിക്കുണ്ടായിരുന്ന ചിന്തയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ അഭിമാനിച്ചിരുന്നു, ദുരഭിമാനിച്ചിരുന്നു എന്ന് ഞാൻ പറയാം. ഞാൻ സാത്വികനാണ്, എനിക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള സാധകരെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഗുണമുണ്ട്, അപ്പൊ അവർ ഈ ഗുണത്തിലാണ്. ശരി, അപ്പൊ ഞാൻ അതല്ലല്ലോ, ഞാൻ അതിൽ ദുരഭിമാനിച്ചിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഗൾഫിൽ പോയിട്ട് വന്ന ശേഷം ഉള്ളൊരു ക്യാമ്പില് വെള്ളായണിയിൽ വെച്ചിട്ട് സ്വാമിനി അമ്മയ്ക്ക് സ്വാമിനി ദീക്ഷ കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ എന്നിൽ ഉള്ളില് അഹമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതുവരെ ഞാൻ അഹമില്ലാത്തവൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ ഈ സ്വാമിനി ദീക്ഷ കിട്ടിയപ്പോഴത്തേക്ക് എന്റെ മനസ്സില്, എന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായി. ഞാൻ ചിന്തിച്ചത് എന്താണ്, അയ്യോ, ഞാൻ ഇത്രയും ഗുരുവിനോടൊപ്പം കൂടെ നടന്നു, ഞാനൊരു സാത്വികനായിരുന്നു, എനിക്ക് വേറെ ഒരു ക്വാളിറ്റീസും ഇല്ല, ബാഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒന്നുമില്ല, എന്തുകൊണ്ട് എനിക്ക് സന്യാസ ദീക്ഷ തന്നില്ല എന്നുള്ള ചിന്ത തന്നു. പിന്നീടാണ് എനിക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ അത് വേറെ രീതിയിലോട്ട് മാറി എങ്കിലും, പക്ഷെ അത് ഉള്ളിൽ നല്ലൊരു മുറിവുണ്ടാക്കി. പിന്നെ ഞാൻ ഗുരുവായിട്ട് സംസാരിച്ച് അതിനെ ക്ലിയർ ചെയ്തെടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സാത്വിക ഗുണം എന്ന് പറയുന്നത് ഞാൻ തന്നെ എന്നിൽ ആരോപിച്ച ഒരു ഗുണമാണ്. ആ ഗുണം, എല്ലാ ഗുണങ്ങളും എന്നിലുണ്ട്, സത്വരജ തമോഗുണം എല്ലാം എന്നിലുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണമെങ്കിലാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ടത്. നമ്മൾ ആയിട്ടല്ല വിറ്റ്നസ് ചെയ്യേണ്ടത്, ഗുരുവിൽ സമർപ്പിതനായിട്ട്, ആ ശുദ്ധ ബോധത്തിൽ സമർപ്പിതനായി നിന്നാൽ മാത്രമേ നമ്മളിൽ സാക്ഷിഭാവം എന്ന് പറയുന്നത് പോലും ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാക്ഷിഭാവം എന്ന് വിചാരിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിക്കുന്ന ചിന്തകളായിരിക്കും. മനസ്സ് തന്നെയാണ് അത് ഒബ്സർവ് ചെയ്യുന്നത്, നമ്മളുടെ ഒരു സാക്ഷിഭാവമല്ല. അപ്പൊ സാക്ഷിഭാവത്തിൽ വരുമ്പോ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അടിഞ്ഞുകൂടി കിടക്കുന്ന, മനസ്സിന്റെ ഏറ്റവും താഴ്ന്ന ലെവലിൽ പോലും അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനകളായിക്കോട്ടെ, എന്ത് വികാരമായിക്കോട്ടെ, മനസ്സിന്റെ തലങ്ങളിൽ, പല തലങ്ങളിലുള്ള പല വ്യത്യസ്തമായിട്ടുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വിചാരങ്ങൾ പോലും പൊന്തി വരും. എങ്ങനെ? പാലായി മദനത്തിലൂടെ ഓരോന്നും ഇങ്ങനെ വരുന്നില്ലേ? ആദ്യം വരുന്നതെല്ലാം നെഗറ്റീവ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ എല്ലാം വന്ന് അതിനെ ക്ലിയർ ചെയ്ത്, ഓരോന്നിനായിട്ട് ആ സാക്ഷിഭാവത്തിലൂടെ ആ വിവേകം വർക്ക് ചെയ്ത് ഓരോന്നിനെയും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ലാസ്റ്റ് ആ അമൃതാകുന്ന ആ ബ്രഹ്മബോധത്തിലേക്ക് എത്താൻ പറ്റും. അതിന്റെ അനുഭവം നമ്മളിൽ വരുന്നത് അപ്പോഴേ വരൂ. അതിന്റെ ഇടയിലെല്ലാം നമുക്ക് ഇങ്ങനെ ചെറിയ നല്ല കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? അത് നമുക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. മുന്നോട്ട് പോകുക, ഇത് യാത്ര കറക്റ്റാണ് നീ പോകുന്നത് എന്ന് തിരിച്ചറിയിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ചിന്തകള് ഈ സാക്ഷിഭാവത്തിന്റെ കുറച്ചൊരു ഡെവലപ്പ് ചെയ്ത് ആ സാക്ഷിഭാവത്തിലേക്ക് എത്താൻ സാധിച്ചപ്പോഴാണ് എന്റെ മനസ്സിന്റെ അടിയിൽ കിടക്കുന്ന പല നെഗറ്റീവ് ചിന്തകളെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, എന്നിൽ ഇങ്ങനെ ഒരു ചിന്ത വരുമെന്ന് പോലും ഒരു വല്ലാത്ത വിഷമത്തോടുകൂടി ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴ് തീ സഹിക്കാൻ പറ്റാതായപ്പോൾ ഗുരുജി അടുത്ത് പോയി ചോദിച്ചു, ഗുരുജി, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് എന്നെ ലജ്ജ തോന്നുന്നു, നാണം വരുന്നു, ഞാൻ ജീവിക്കാൻ അർഹതയുള്ളവനല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും, ഞാൻ എന്ത് ചെയ്യും? ഗുരുജി ഒരു പൂർവ ജന്മങ്ങളിൽ ഒരു സാധകനായിരുന്നിട്ടുണ്ടാവുമല്ലോ പണ്ട്, അതിലൂടെയല്ല ഇങ്ങനെ കടന്നു വന്നത്. ഗുരുജി അപ്പം എന്താണ് ചെയ്തത്? ഇതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്തു? അതൊന്ന് പറഞ്ഞു തരാമോ?
അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട്. അപ്പൊ ഗുരുജി പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞു, അത് ഒരു ഉയർന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുക, ഇത്രേ പറഞ്ഞോളൂ. ഇനി ഉയർന്ന ചിന്ത ഉണ്ടാക്കാൻ എവിടെ പോവും? അത് പറ്റുന്നതാണോ? അത് നിലനിൽക്കുന്നതാണോ? എപ്പോഴും നിലനിൽക്കുന്നതാണോ? അല്ല. പക്ഷെ ഇത് മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ ആ ഉയർന്ന ചിന്ത ഉണ്ടാക്കണമെങ്കിൽ അവിടെയും എന്റെ മനസ്സിനെ കൊണ്ട് പറ്റൂല, കാരണം മനസ്സൊരിക്കലും അത് സമ്മതിക്കില്ല. അപ്പൊ അവിടെ സമർപ്പണം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഉയർന്ന ചിന്ത പോലും വരുവുള്ളൂ എന്നുള്ള ബോധ്യമായി. അപ്പോഴാണ് നമ്മളവിടെ സാഷ്ടാംഗം വീഴുന്നത് ഗുരുവിന്റെ മുന്നിൽ. നമ്മളെ കൊണ്ടല്ല നമ്മളെ ഉയർത്താൻ സാധിക്കുന്നത്, അത് ശുദ്ധബോധത്തിൽ നിൽക്കുന്ന ആ ഗുരുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയും. അവിടെ വിവേകം വർക്കാവുള്ളൂ. വിവേകം വർക്കായാൽ മാത്രമേ നമ്മൾ ആ കറക്റ്റ് ടൈമില് കറക്റ്റായിട്ടുള്ള നോളജ് ആ ബോധത്തിന്റെ അണ്ടറിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ ബോധം തന്നെ നമ്മളിൽ തന്ന് നമ്മുടെ മനസ്സിനെ ഉയർത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഈ ഒരു യാത്ര നമ്മൾ അറിഞ്ഞൂടാത്തൊരു യാത്രയാണ്. എവിടെയാണ് എത്തേണ്ടതെന്ന് അറിയാം, പക്ഷെ റൂട്ട് അറിയില്ല. ഇപ്പം നമ്മൾ സാധാരണ ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ ഇത് അവസാനിപ്പിക്കാം. ഈ ഒരു സത്സംഗം ലാസ്റ്റിലോട്ട് വരാം. അതായത് ഇപ്പം നമ്മളെല്ലാം എപ്പോഴും കേട്ടിട്ടുള്ള ഉദാഹരണം തന്നെയാണ്. ഇപ്പം ബാലരാമപുരത്ത് പോകണമെങ്കിൽ നമുക്ക് വഴി അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാലരാമപുരത്ത് പോകുന്ന ബസ്സിൽ കയറിയിരിക്കും, ഇല്ലേ? ബസ് നമ്മളെ അവിടെ എത്തിച്ചോളും. അതിൻ്റെ ഇടയിൽ നമ്മളാണ് അറിഞ്ഞൂടാത്ത വഴിയിലൂടെ യാത്ര ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മളാണ് അതിന്റെ ഓണർഷിപ്പ് എടുത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നമുക്ക് അറിഞ്ഞൂടാത്ത വഴി ആയതുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പല പല റൂട്ടുകളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം എത്തുമായിരിക്കാം, പക്ഷെ കുറെ കറങ്ങിയായിരിക്കും എത്തുന്നത്. എന്നാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പാത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിൽ സഞ്ചരിച്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് ആ ബോധത്തിലേക്ക് തന്നെ എത്തും. അവിടെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് ശുദ്ധബോധമാകുന്ന ആ ഗുരു തന്നെയാണ്. ആ ഗുരു തന്നെ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ. ഹരിയോം ഹരിയോം ഹരിയോം. ഇതിൽ ഇപ്പം നമ്മുടെ എല്ലാവരും അവരുടേതായ വീക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി റെപ്പിറ്റേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ ചോദിക്കാം. അതിൽ അറിവുള്ളവർ ബാലുവോ സ്വാമിനിയമ്മയോ ആരോ എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞ തന്നെ ഒരു ചോദ്യമാണ്. ഞാനും തുടങ്ങിയത് അതിൽ തന്നെയാണ്. അമ്മ പറഞ്ഞതെന്ന് പറയുന്നത് ഈ ചിന്ത എവിടെ നിന്ന് വരുന്നു? ചിന്തകളാണ് ചിന്തകളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. ചിന്തകൾ എവിടെ നിന്ന് വരുന്നു? ആർക്ക് വേണമെങ്കിലും പറയാം ഉത്തരം. അപ്പൊ എന്തായാലും ചിന്തകനല്ലല്ലോ, മനസ്സിന്റെ സൃഷ്ടിയല്ലേ ചിന്ത? അതെ, മനസ്സിനെ സൃഷ്ടിച്ചതാര്? നമ്മള് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചതും അല്ല, പ്രാണനെ ആവരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളാണല്ലോ ഈ മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം എന്ന് പറയുന്ന അന്ധകരണ ഘടകങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും മനസ്സ് നമ്മുടെ ഒരു പാർട്ടാണെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അപ്പോൾ ബോധത്തിൽ അപ്പൊ ഇതിന്റെ ഒറിജിൻ വരുന്നത് ആ ചലനം അവിടെ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? ഒന്നും ചെയ്യുന്നില്ല. ബോധം ചലനരഹിതമാണ്, നിശ്ചലമാണ്. എന്നാൽ ബോധത്തിന്റെ സ്പന്ദനങ്ങള്
പ്രകടിതമായി വരുന്ന സമയത്താണ് മനസ്സും ബുദ്ധിയും ചിത്തം അഹങ്കാരമൊക്കെ ഫോം ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അത് അങ്ങനെ ഒരു ഗുരുജിയുടെ ഒരു ഇതിനകത്ത് പറയുക. ഇപ്പൊ ഇന്നലെ നമ്മൾ എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോധത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നതെന്ന്. പക്ഷെ ബോധം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ക്ലോസ് പറഞ്ഞില്ലായിരുന്നു അമ്മ? അതെ. അപ്പൊ ഡുവർഷിപ്പ് നമുക്ക് ആർക്കും ഒന്നിനെയും കുറിച്ച് എടുക്കാൻ പറ്റൂലല്ലോ. പറ്റില്ല, ഇല്ല. എടുക്കുന്നത് നമ്മുടെ അഹം വെച്ചിട്ടാണ് നമ്മൾ അതിനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ആ ബോധത്തെ പോലും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ യഥാർത്ഥത്തില് നമ്മള് ആ ബോധത്തെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഗുരുസ്വരൂപത്തെ പോലും ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോധമാണെന്ന് മനസ്സിലാക്കാത്തതെന്ന്. അപ്പൊ ഇത് എല്ലാം വ്യാഖ്യാനങ്ങളായിട്ട് നിലകൊള്ളുന്നതുകൊണ്ട് ആ മനസ്സ് പോലും പ്രകടിതമായി നമ്മളിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. ഹരിയോ, ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ 1-2 കാര്യങ്ങൾ കേൾക്കാമോ? ഹലോ, ഹരിയോ, കേൾക്കുന്നുണ്ട്. കേട്ടോ. അതായത് ഇപ്പം ചിന്തകൾ എവിടെ നിന്ന് വരുന്നു നമ്മളെ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ എത്രയോ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കർമ്മഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് പഴയ പാസ്റ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ചിത്തത്തിലുണ്ടല്ലോ. അപ്പൊ ആ വാസനകളായിട്ട് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാസനകളാണ് ഈ ചിന്തകളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു തോന്നല്. കറക്റ്റ് ആണോന്നറിയില്ല. അപ്പം നമ്മളായിട്ട് നമ്മളൊരു മോശം ചിന്ത, ഇപ്പം ബാലുജി പറഞ്ഞതുപോലെ നമ്മള് ബോധപൂർവം നമ്മളൊരു മോശം ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം എന്ന് ആരും ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ അറിയാതെ വരുന്നു. അത് ആ വാസനകൾ, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ ആണ്. അത് ഒരു കണക്കിന് ആ ചിന്ത വരുന്നത് നമുക്കൊരു മുന്നറിയിപ്പാണ്. അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു, എന്തൊക്കെ മാറ്റിക്കളയാനുണ്ട്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ആ ഒരു അടയാളമല്ലേ ഈ ഇത്തരം ചിന്തകൾ വരുന്നത്. അപ്പൊ ഇനി ആ ചിന്തകൾ വരുമ്പോഴേ ആ ചിന്തകള് വികാരങ്ങളായി മാറാൻ പാടില്ല. അതായത് ചിന്തകൾ വരുമ്പോ എന്തായാലും മനസ്സിന്റെ തലത്തിലാകുമ്പോൾ വികാരങ്ങൾ ഉണ്ടാകും. പക്ഷേ വികാരങ്ങളാണ് ചിന്തകളെ സൃഷ്ടിക്കുന്നതാണ് ഗുരുജി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വാസനകളാണല്ലോ വികാരങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ വികാരങ്ങളെ ഈ ചിന്തകളുടെ പിന്തുടർന്ന് നമ്മൾ കൂടുതൽ പോയി കഴിയുമ്പോൾ അത് വീണ്ടും ആ വികാര പ്രകടനം അതിൽ വരും. ആദ്യം ആ വാസന ചിന്താരൂപത്തിൽ സൂക്ഷ്മമായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ തന്നെ ഒരു സാധകനെ തിരിച്ചറിയുകയാണെങ്കിൽ അതും മാറ്റിയെടുക്കാൻ, അതായത് നല്ലൊരു ചിന്ത നമുക്ക് ആ ചിന്ത മോശമായ ചിന്തയെ മാറ്റിയെടുക്കാൻ നല്ലൊരു ചിന്ത, നമ്മുടെ സാധന ജീവിതത്തിന് ഉതകുന്ന ഒരു ചിന്ത ബോധപൂർവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മോശമായ ചിന്ത അവിടെ നമ്മൾ ദുർബലമായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സാധാരണ നമ്മൾ മനസ്സിന് അടിമപ്പെട്ടു പോയാൽ നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ദുഃഖമുള്ള ചിന്തയാണെങ്കിൽ അത് ദുഃഖമായിട്ട് തന്നെ പരിണമിക്കും. അപ്പൊ അങ്ങനെ ചിന്തകളെ വികാരങ്ങളാക്കി മാറ്റരുത് എന്നുള്ളത് വലിയൊരു ആഴത്തിലുള്ള ഇതാണ്. നമ്മൾ പലപ്പോഴും ഈ ചിന്തകളിൽ തുടങ്ങി നമ്മൾ പലതും ആലോചിച്ച് നമ്മൾ അതിന്റെ ആ വികാരത്തില്, അത് ഏതു തരം വികാരമായാലും, ദുഃഖമായാലും ദേഷ്യമായാലും വെറുപ്പായാലും നിരാശയായാലും അങ്ങനെ പല വികാരങ്ങളിലെ അത് നമ്മളിൽ പ്രകടമാവുന്നത് ഈ ചിന്തകളും നമ്മൾ ആ ചിന്തകളെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇത്തരം ചിന്തകൾ വരുമ്പോ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ ബോധപൂർവം തടയിടാൻ നമ്മൾക്ക് ഗുരുവിൽ നിന്ന് ലഭിച്ച പലതരം ആശയങ്ങളും നല്ല അറിവുകളും ഉണ്ട്. ബോധപൂർവം അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ മനസ്സിനെ കടത്തിവിടുക. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മുടെ മനസ്സ് ധ്യാനാത്മക മനസ്സാക്കി മാറ്റണം. മനസ്സിനെ ഒഴിവാക്കുന്നതിൽ കാര്യമില്ല. കാരണം മനസ്സ് അവിടെയുണ്ട്. ആ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി മാറ്റണം എന്നാണ് പറയുന്നത്.
അപ്പോൾ മനസ്സിലെ ഊർജം, എല്ലാം ഊർജമാണല്ലോ. അപ്പൊ മനസ്സിൽ ഇതുപോലെ വികാരങ്ങളും ചിന്തകളും വരുമ്പോൾ അത് നെഗറ്റീവ് ഒരു നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ ഒരു ഊർജ ശോഷണം സംഭവിക്കുന്നുണ്ട്. അതേസമയം അതേ ചിന്തകളെ ബോധപൂർവം നിരാകരിച്ച് നല്ല ചിന്തകളെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ, അതായത് നമ്മുടെ ആ സാധനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ചിന്തകളെ ബോധപൂർവം നമ്മൾ അതിനെ മനനം ചെയ്യുമ്പോൾ അതൊരു ധ്യാനാത്മക മനസ്സിലേക്ക്, ആ മനസ്സിന്റെ ആ ഇതിന് വരുന്ന വൈബ്രേഷൻസ്, ചിന്തകളെ അത് നമുക്ക് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതിന് പകരം നമുക്കത് ഗുണകരമായ രീതിയിലേക്ക് വരുമ്പോൾ അത്തരം മനസ്സിനെയാണ് എനിക്ക് തോന്നുന്നത് ധ്യാനാത്മക മനസ്സ്. ആ ഒരു സത്യത്തിനെ അറിയാനുള്ള രീതിയിലേക്ക് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രക്രിയ. അത് വളരെ ആഴത്തിൽ പറയേണ്ടതാണ്. ഹരിയോം. എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഡീപ്പറായിട്ട് ചിന്തിക്കാതെ തന്നെ ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് നമ്മളെ നെക്സ്റ്റ് ചിന്തയിലോട്ട് പോകുന്നത്. എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ഗിരീഷ് ജിയുടെ മകനെ അടിച്ചു എന്നുള്ള ആ ഒരു പ്രവൃത്തിയെ ഇൻട്രോസ്പെക്ട് ചെയ്യുന്ന അതൊരു ചിന്തയിൽ കൂടി പോയി. അപ്പം ഇത് നമ്മളിൽ എല്ലാവരും സദാ സംഭവിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്കൊരു ചിന്ത വരുന്നത് തീർച്ചയായിട്ടും തൊട്ട് മുമ്പുള്ള നമ്മുടെ ഒരു പ്രവൃത്തിയിലായിരിക്കും. അപ്പൊ ഈ പ്രവൃത്തി, പിന്നെ അതിൽ നിന്ന് വരുന്ന വികാരം, അതൊരു ആക്ഷൻ ആയിട്ട് രൂപാന്തരപ്പെടുന്നു. അതിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടാവുന്നു. ആ റെസ്പോൺസ് ആണ് നമ്മളെ പ്രൊവോക്ക് ചെയ്ത് ചിന്തയിലോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ എവിടെ വേണമെങ്കിലും ഇൻ ബിറ്റ്വീൻ നമുക്ക് കട്ട് ചെയ്യാൻ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഇത് സ്റ്റോപ്പ്, ഒറ്റ കട്ട്, ആ കട്ടിലോടുകൂടി തന്നെ അതിന്റെ പരിഹാരമായി. അപ്പൊ എപ്പോഴും നമ്മൾ, എനിക്ക് തോന്നുന്നു ഹയറിലായിട്ട് ഇതിന്റെ ഒരു വേദാന്തി കോൺസെപ്റ്റിനേക്കാൾ ഒരു ചെറിയ എക്സാമ്പിൾ നമ്മളിൽ എടുത്തു കഴിഞ്ഞാൽ അറിയാം. നമുക്കൊരു ചെറിയ പ്രവൃത്തിയിൽ നിന്നാണ് ചിന്ത. നമ്മൾ ഏത് പ്രവൃത്തിയാണോ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നെക്സ്റ്റ് ചിന്ത നമ്മളെ ഡിസ്ട്രക്റ്റീവ് ഫേസിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇതില് പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവായി നമ്മൾ സച്ചിന്തകൾ കൂടുതൽ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് ജസ്റ്റ് ഹയറിലുള്ള ഒരു പ്ലെയിനിലാണ് നമ്മൾ ആ സമയം നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു സാധാരണയെ സംബന്ധിച്ച് ഒരു കൊച്ചു കാര്യം ആയാലും ശരിയായി, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ആയാലും അവനെ അപ്പൊ തന്നെ മറ്റ് സാത്വിക ചിന്തയിൽ നിന്ന് മാറി നേരെ ആ ചിന്ത അവനെ ഡിസ്ട്രക്റ്റീവായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ നമ്മളെ പിന്നിലോട്ട് വലിക്കും. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഡീഡ്സ് എന്നാണ് ഇമ്മീഡിയറ്റ് തോട്ട്സ് ജനറേറ്റ് ഫ്രം ഡീഡ്സ് എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഹരിയാം, നമ്മളൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇവിടെ ചിന്തകളെ പറ്റി പറഞ്ഞു. നല്ല സച്ചിന്തകളുണ്ട്, ദുഷ്ചിന്തകളുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മള് പണ്ട് കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് അത് കല്ലിട്ട് അവസാനം വെള്ളം കുടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സച്ചിന്തകളാണ് ഇട്ടിട്ട് ആ കല്ല് നിറച്ചിട്ട് നമ്മൾ അതിന്റെ ശുദ്ധമായ ബോധത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ആ കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ദുഷ്ചിന്തകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ ആഞ്ഞടിച്ചു വരും. അതാണ് എത്ര ഉറങ്ങിക്കിടന്നാലും ഇവ വീണ്ടും ആഞ്ഞടിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തകൾക്ക് സ്വാധീനം ബുദ്ധിയും മനസ്സും ഒരേപോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ചിന്തകളുടെ സ്വാധീനം കാരണം അതിനകത്ത് നമ്മള് എന്തുകൊണ്ടാണ് നമ്മള് ജാഗ്രത അവസ്ഥ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയും ഫീഡാവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിത്രത്തിലോട്ട് ഫീഡാവുന്നില്ല. അതേസമയം ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഫീഡ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മള് പറഞ്ഞ ചിന്തകൾ നിരാകരിക്കാൻ നമ്മളെ ആദ്യം പറയുന്നത്. പക്ഷെ എത്രമാത്രം നമ്മളത് ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം നിരീക്ഷണത്തിലൂടെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വിടാൻ മാത്രമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു സാധകന് എപ്പോഴാണോ ധ്യാനാത്മകമായ മനസ്സുണ്ടാവുന്നത്, എന്ന് വെച്ചാൽ ധ്യാനാത്മകമായ മനസ്സ് അർത്ഥമാക്കുന്നത് സ്വരൂപ സൃഷ്ടി, അവന്റെ സ്വരൂപ ദർശനം ലഭിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ഇതിനെ തള്ളിക്കളയാൻ എന്ന് പറയാൻ പറ്റില്ല, അതിനെ മനസ്സിലാക്കി മുന്നോട്ട് സാധിക്കുന്നത്. ഒന്നും തള്ളിക്കളയുന്നില്ല. അതാണ് ഇതിനകത്തെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹരിയോം. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ വന്നെത്തിയ ഒരു ധ്യാനാത്മക മനസ്സ് എന്നതാണ്. ഇന്നും ഗുരുജി പറയുന്നത് ധ്യാനാത്മക മനസ്സെന്ന് പറഞ്ഞത് നമ്മൾ കൺക്ലൂഡ് ചെയ്തൊരു അവസ്ഥയെന്ന് പറയുന്നത്
അതിൽ യഥാർത്ഥത്തിൽ മനസ്സെന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ മനസ്സില്ല. അവിടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, ആ പ്രാപഞ്ചിക സത്യം, അവനെന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഇല്ലാതെ ആ പ്രാപഞ്ചിക സത്യം ഓരോരുത്തരിലൂടെ ഒഴുകുമ്പോഴാണ് ആ ധ്യാനാത്മക മനസ്സ് അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തേണ്ടത്. അതുതന്നെയാണ് ഗുരുജി ഇന്നും ആ പറയുന്ന യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എത്തണമെങ്കിൽ ഞാനെന്ന് പറയുന്ന ആ ആരോപണം അല്ലെങ്കിൽ ആരോപിക്കുന്നവൻ അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്നവൻ, ശരി തെറ്റ് എന്ന് ആരോപണം നടത്തുന്നവൻ, ഇത് ഇല്ലാതാവണം. അതില്ലാതാവണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആ സത്യമാകുന്ന ആ പരമബോധമാവുന്ന ഗുരുവിലേക്ക് നമ്മൾ സമർപ്പിതനാവുക. അതുമാത്രമാണ് ആ പ്രാപഞ്ചിക ബോധത്തിലേക്ക് മനസ്സിന് അപ്പുറം, ചിന്തകൾക്കപ്പുറം ആയിട്ടുള്ള യാത്രയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഇതോടെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. എല്ലാ സാധകർക്കും സാദര പ്രണാമം.